നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനത്തിന് വല്ലപ്പുഴയിൽ സ്വീകരണം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പാലക്കാട് എം.പി വി.കെ. ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനാണ് വല്ലപ്പുഴയിൽ സ്വീകരണം ഒരുക്കിയത്. ഇതോടൊപ്പം സ്ഥാനാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. വല്ലപ്പുഴ പഞ്ചായത്ത് യു.ഡി.എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സംഗമം ഒരുക്കിയത്. സ്വീകരണ യോഗത്തിൽ വി.കെ. ശ്രീകണ്ഠൻ എം.പി സംസാരിച്ചു. എത്രമാത്രം സ്വജനപക്ഷപാതം, ഏതെല്ലാം തരത്തിലുള്ള അഴിമതി, ഏതെല്ലാം തമ്മിലുള്ള അന്തഛിദ്രം, പ്രതിപക്ഷം ഭരണപക്ഷം വേറെ വേറെ, പ്രതിപക്ഷ വാർഡുകളിലേക്ക് വികസനം കൊടുക്കാതിരിക്കുക, ഫണ്ട് കൊടുക്കാതിരിക്കുക, കുടിവെള്ളമായാലും ലോണായാലും അവഗണിക്കുക, രാഷ്ട്രീയ പക്ഷപാതം കാണിക്കുക, ഇതൊക്കെ ഇടുങ്ങിയ ചിന്താഗതിയിലെ നടക്കുക. വിശാലമായ കാഴ്ചപ്പാടാണ്. കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ കൈയാളിയിരുന്ന പല വകുപ്പുകളാണ് പഞ്ചായത്തിന് കൊടുത്തത്. അധികാര വികേന്ദ്രീകരണം താഴെ തട്ടിൽ ജനങ്ങൾക്ക് കൊടുത്തത്. അത് നല്ല രീതിയിൽ ഇലക്ഷന് മുമ്പേ നമ്മൾ LDF, UDF വേറെ പാർട്ടിയൊക്കെ നിൽക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജയിച്ചവരെല്ലാവരുടെയും പ്രതികളാണ്. അവരൊരു പക്ഷപാതം കാണിക്കാൻ പാടില്ല. പക്ഷേ പക്ഷപാതപരമായ നിഷ്പക്ഷമല്ലാത്ത ഭരണമാണ് ഇടതുപക്ഷം എന്നും ചെയ്തത്. എന്തുകൊണ്ടാണ്? ജനപ്രതികൾ തെറ്റായ ആളുകളായിട്ടല്ല, ജയിച്ചവരൊക്കെ നല്ലവർ തന്നെയാണ്. പക്ഷെ കൺട്രോൾ ഫ്രം പാർട്ടി ഓഫീസ് അങ്ങനെ പാടുള്ളൂ. UDF ജയിച്ചാലുള്ള സ്ഥിതി എന്താ? UDFന് ഭരണസമിതി ഒരു ഉത്തരവാദിത്തപ്പെട്ട മോണിറ്ററിംഗ് ഉണ്ടാവും. പക്ഷെ എല്ലാ കാര്യവും പാർട്ടി ഓഫീസിൽ നല്ല നിയന്ത്രിക്കുക. ഇവിടെ നിഷ്പക്ഷമായി പ്രവർത്തിക്കാനാണ് പഞ്ചായത്ത്, നീതി നിർവഹിക്കാനാണ്. അവശത അനുഭവിക്കുന്നവരുടെ ക്ഷേമത്തിന് വേണ്ടി അവരെ രാഷ്ട്രീയം നോക്കാതെ സഹായിക്കണം. അതാണ് ഒരു ഭരണസമിതിയുടെ ഉത്തരവാദിത്വം, ഒരു പ്രാദേശിക സർക്കാരിന്റെ ഉത്തരവാദിത്വം. യു.ഡി.എഫ് ചെയർമാൻ അബ്ദുൽ സലാം അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെയ്ദ് കോടനാട്, റിയാസ് മുക്കോളി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ്, അഡ്വക്കേറ്റ് ജമാൽ, സദക്കത്തുള്ള, നസീർ ചുരക്കോട്, അഷ്റഫ് കളത്തിൽ, എം. വിജയകുമാർ, കബീർ കളത്തിൽ, അബ്ദുൽ നസീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷൻ നടന്നു. ബാലറ്റ് ലേബൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ സജ്ജീകരിക്കുന്ന പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു കമ്മീഷൻ നടന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ്ങാണ് പട്ടാമ്പിയിൽ നടന്നത്. പട്ടാമ്പി താലൂക്ക് പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് നടന്നത്. രാവിലെ 8 മണിക്ക് സ്ട്രോങ് റൂമുകൾ തുറന്ന് വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുത്തു. വരണാധികാരികളുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെയും ബെൽ എഞ്ചിനീയർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമനമ്പർ, സ്ഥാനാർത്ഥികളുടെ പേര്, ഫോട്ടോ, ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് പേപ്പറും വിവിപാറ്റ് സ്ലിപ്പിൽ പ്രിന്റ് ചെയ്യേണ്ട ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവ വിവിപാറ്റ് മെഷീനിലും സെറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നടന്നത്. ബാലറ്റ് സെറ്റ് ചെയ്ത ശേഷം ഓരോ അസംബ്ലി സെഗ്മെന്റിലും ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നും റാൻഡമായി തിരഞ്ഞെടുക്കുന്ന 5% EVM-കൾ 100 വീതം വോട്ട് രേഖപ്പെടുത്തി പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തിയാണ് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത്. സ്ട്രോങ് റൂമുകളിൽ വരച്ചിട്ടുള്ള നിശ്ചിത കള്ളിയിൽ അഡ്രസ് ടാഗ് ചെയ്ത് ക്രമീകരിച്ചാണ് വോട്ടെടുപ്പ് യന്ത്രങ്ങൾ ഓരോന്നും സൂക്ഷിക്കുക. ഇങ്ങനെ സൂക്ഷിക്കുന്ന മെഷീനുകളാണ് വോട്ടെടുപ്പിന് തലേന്ന് സ്ട്രോങ് റൂം തുറന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുക. കനത്ത പോലീസ് സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഓരോ കേന്ദ്രങ്ങളിലും നടത്തി വരികയായിരുന്നു. പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇന്ന് നടക്കുന്നത് EVM കമ്മീഷനിങ് ആണ്. EVM കമ്മീഷനിങ് നമ്മൾ വിവിധ 7 പഞ്ചായത്തുകളാണ് നമ്മുടെ ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ 7 പഞ്ചായത്തുകളുടെയും റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഓരോ സെന്റേഴ്സായിട്ട് അവരിരുന്ന് EVM കമ്മീഷനിങ് ചെയ്യാൻ നമ്മളെ ഇലക്ഷൻ കാൻഡിഡേറ്റ് സെറ്റിങ്ങും മറ്റു കാര്യങ്ങളും അതാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് ത്രൂ ഔട്ട് ഇന്നത്തെ ഫുൾ ഡേ അതുണ്ടാവും. ഇന്നത്തോടുകൂടി EVM കമ്മീഷനിങ് പൂർത്തീകരിക്കുകയും ചെയ്യും. തിരുവേഗപ്പുറ, കുലിക്കല്ലൂര്, കൊപ്പം ഗ്രാമപഞ്ചായത്ത്, വിളയൂര്, അങ്ങനെ 7 പഞ്ചായത്തുകൾ, ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള 7 പഞ്ചായത്തുകളുടെ EVM കമ്മീഷനിങ് ആണ് നടക്കുന്നത്. പട്ടാമ്പി ബ്ലോക്ക് ഡിവിഷൻ 16-നാണ്. അതേപോലെ തന്നെ ഈ പ്രദേശത്ത് വരുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ ഒക്കെ കാൻഡിഡേറ്റ് സെറ്റിംഗ് ഇന്നാണ് നടക്കുന്നത്. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ 3 കടകളിൽ വൻ തീപിടുത്തം. വെള്ളിയാഴ്ച രാത്രി 9:45-ഓടെയാണ് അപകടമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. 6 വർഷമായി മൻഹാസ് ഫുഡ്വെയർ ഫാൻസി ഷോപ്പ് നടത്തുന്ന കൂനമുച്ചി സ്വദേശി TV ഇക്ബാലിന്റെ കട പൂർണ്ണമായും കത്തിനശിച്ചു. ഏകദേശം 20 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ചാലിശ്ശേരി സ്വദേശി സന്ദീപിന്റെ CK ജ്വല്ലറിയുടെ AC, വെള്ളി, പഞ്ചലോഹം, സ്റ്റോൺ തുടങ്ങിയവ ഉൾപ്പെടെ ഏകദേശം 12 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു.
വാച്ചുകൾ കൂടുതൽ, വാച്ച്, മൊബൈല്, ക്ലോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സാധനങ്ങൾ കത്തുമ്പോഴാണ് അതിൻ്റെ സീലിങ്ങിൽ നിന്ന് തീ കത്തി വീണു. അപ്പോൾ അത് നമ്മൾ കാണുന്നില്ലല്ലോ, ഷട്ടർ അടഞ്ഞ് കിടക്കരുത്. അങ്ങനെ അവിടുന്ന് പിന്നെ നോക്കുമ്പോൾ ഫയർഫോഴ്സ് വന്ന് വെള്ളം അടിച്ചോ കൂടിയിട്ട് കംപ്ലീറ്റ് സാധനം ഉണ്ടായി, മൊത്തം ഉണ്ടായി. അങ്ങനെ ഇപ്പോൾ പിന്നെ അറിയുന്നത്, കാരണം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തത് തൊട്ട കിടക്കായിരുന്നു. ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് ശ്രീലാലിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോലീസും പട്ടാമ്പി ഫയർഫോഴ്സ് ഓഫീസർ അനുരാജ്, ASTO രമേശ് ബാബു, ഡ്രൈവർമാരായ അജയ്, ശ്രീകുമാർ, ഫയർമാൻമാരായ സുബീർ, ശരത് രാജു, സുധീഷ്, അൻസൂർ, ഹോംഗാർഡ്മാരായ ദയാനന്ദൻ, സത്യൻ എന്നിവർ തീയണയ്ക്കാൻ നേതൃത്വം നൽകി. സംഭവത്തെ തുടർന്ന് സ്ഥലത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, വൈസ് പ്രസിഡന്റ് TP സക്കീർ, തൃത്താല മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ, ചാലിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണി, സെക്രട്ടറി ഷബീർ, ട്രഷറർ ബിനോയ് എന്നിവരടങ്ങിയ സംഘം കടകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നാശനഷ്ടം നേരിട്ട 3 കടകളും ഒരാഴ്ചയ്ക്കുള്ളിൽ പുനരധിവസിപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉടമകളെ അറിയിച്ചു. ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മുഴുവൻ വ്യാപാരികളെയും അവരെ എത്രയും വേഗം വ്യാപാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. നാളെ വൈകുന്നേരത്തോടു കൂടി അതിന് വ്യക്തമായ ഒരു തീരുമാനമുണ്ടാക്കി ഈ നഷ്ടം വന്ന, കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്ന ഈ വ്യാപാരികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ എത്രയും വേഗം വ്യാപാരത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു തീരുമാനമാണ് ഈ കാര്യത്തിൽ സംഘടനാപരമായി ഞങ്ങൾക്കുള്ളത്. കൂറ്റനാട് പെരിങ്ങോട് റോഡിൽ ടിപ്പർ ലോറിക്ക് പുറകിൽ മറ്റൊരു ലോറി ഇടിച്ച് അപകടം. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ടിപ്പർ ലോറി ബ്രേക്ക് ചവിട്ടിയതോടെ പുറകിൽ വരികയായിരുന്ന മറ്റൊരു ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പുറകിൽ ഇടിച്ച ലോറിയുടെ ഡ്രൈവർക്ക് കാലിന് പരിക്കേറ്റു. ഈ ലോറിയുടെ മുൻവശവും തകർന്നു. കേരള വിഷന്റെ പേരിൽ ലേറ്റസ്റ്റ് വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്ന സന്ദേശങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്ന് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് അധികൃതർ അറിയിച്ചു. പ്രചരിക്കുന്ന പോസ്റ്ററിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ഒരിക്കലും ബന്ധപ്പെടരുത്. അബദ്ധവശാൽ ഈ നമ്പറിൽ ബന്ധപ്പെടുകയും ഒരു APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഹിന്ദിയിലോ മറ്റു ഭാഷകളിലോ നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇത്തരത്തിലുള്ള ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ മൊബൈൽ ഫോണിന്റെ നിയന്ത്രണം മറ്റൊരാൾക്ക് ലഭിക്കുകയും അതുവഴി ഡിജിറ്റൽ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കപ്പെടാനും സാധ്യതയുണ്ടെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ യൂണിയൻ ഉദ്ഘാടനം നടന്നു. ഡോക്ടർ P സരിൻ യൂണിയന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് യൂണിയന്റെ ഉദ്ഘാടനമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. ഡോക്ടർ P സരിൻ യൂണിയന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാനും ഒരു കോളേജ് യൂണിയന്റെ ചെയർമാനായിരുന്നു. എൻ്റെ 22ാമത്തെ വയസ്സിലാണ് ഞങ്ങളുടെ ആർട്സ് ആൻഡ് സയൻസ് ക്യാമ്പസ് അല്ല ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടായിരുന്നു. അപ്പോൾ 4 വർഷം കഴിഞ്ഞാണ് ക്യാമ്പസിലേക്ക് 4 വർഷം കഴിഞ്ഞാണ് ഞാൻ ചെയർമാനാവുന്നത്. എൻ്റെ 22 വയസ്സായിരുന്നു ഏകദേശം. അന്ന് ഈ ക്യാമ്പയിൻ നടത്തിയവർ, അല്ലെങ്കിൽ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയനുമായിട്ട് സഹകരിക്കാതെ മുഖം തിരിഞ്ഞ് നിന്നവരൊക്കെയാണ് പിന്നീട് നമ്മൾ ഓരോ കാലത്തും ചെയ്യാനുള്ള ശരികളുടെ ഊർജമായി നിന്നത്, ഇന്ധനമായി നിന്നത് എന്നുള്ളതാണ്. കേട്ടോ, കൈയടിക്കുന്നതിന് ഡിഫക്റ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ going gets tough, only the toughest gets going. നിങ്ങൾക്കുള്ള പൂച്ചെണ്ടുകളല്ല നിങ്ങളാക്കുന്നത്. നിങ്ങൾക്കെതിരെ ഒരുപക്ഷെ വിദ്യാർത്ഥികളുടെ വോട്ട് വാങ്ങി വിജയിച്ച് യൂണിയനായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷവും അയ്യോ ഞങ്ങളായിരുന്നു ജയിക്കേണ്ടത് എന്ന് ആർക്കെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദിച്ചിട്ടുണ്ട് സഹിച്ചോ എന്നാണ് പറയേണ്ടത്. അല്ലാതെ ഇതുപോലെ ഒന്നും യൂണിയന്റെ സ്വാഗത പ്രസംഗത്തിൽ യാതൊരു ആവശ്യമില്ല. അച്ഛൻ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു മകന്റെ വിഷമം കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നിഷ്കളങ്കനായ ഒരു ചെയർമാനാണ് നിങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് കോളേജിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമ്പോൾ എന്നെ പോലെ ഒരുത്തനൊക്കെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ നിങ്ങളുടെ കാര്യം നോക്കാം. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ നന്ദകിഷോറിന്റെ ധൈര്യം വിശ്വസിക്കാം. ചെയർമാൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ആ യൂണിയനെ നയിക്കുന്ന ഒരാളെന്ന രീതിയിലും നിഷ്കളങ്കതയാണ്. അതുകൊണ്ട് തന്നെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിച്ചാളോട് നിർത്തേണ്ടതാണ് പറയട്ടെ. അതിൽ കോളേജ് പ്രിൻസിപ്പൽ MR രശ്മി അധ്യക്ഷയായിരുന്നു. യൂണിയൻ ചെയർമാൻ A നന്ദകിഷോർ, PTA സെക്രട്ടറി ഡോക്ടർ റസീന, സ്റ്റാഫ് അഡ്വൈസർ അർജുൻ, UEC K ജീവ, വൈസ് ചെയർപേഴ്സൺ ഋതുജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇസോറ എന്ന പേരിലാണ്
വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ കുടിവെപ്പ്, വൈകിട്ട് 3-ന് കക്കാട്ടിരി കല്ലേറ്റിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു. രാത്രി 7-ന് ഭജന, 8-ന് തായമ്പക, തുടർന്ന് വിളക്കുപാട്ട് എന്നിവയും ഉണ്ടായി. പുലർച്ചെ പാൽക്കുടം എഴുന്നള്ളിപ്പ്, തിരിയൊഴിച്ചിൽ എന്നിവയ്ക്ക് ശേഷം നടന്ന വിട്ടുംതട, കനൽച്ചാട്ടം എന്നിവയോടെ ദേശവിളക്കിന് സമാപനമായി. ഇതോടെ നിളയേറെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.